വീണയെ ഞങ്ങൾ കൈവിട്ടു. വീണയുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. വീണ പിണറായി വിജയൻ്റെ മകൾ ആണ്. വീണ തൈക്കണ്ടിയിൽ, വീണ ടി. അതിനപ്പുറം ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. പാർട്ടിക്ക് അത് പ്രതിരോധിക്കേണ്ട കാര്യമില്ലെന്നാണ് കൃഷ്ണദാസ് എന്ന് പറയുന്ന NN കൃഷ്ണദാസ് എന്ന് പറയുന്ന പാലക്കാടുള്ള CPMൻ്റെ വലിയ നേതാവ്, പഴയ MP ഒക്കെ ആയിട്ടുള്ള പറഞ്ഞു. എല്ലാവരും പറയുന്നു. ED അടിച്ച് തല്ലി, EDയുടെ വണ്ടിയൊക്കെ അടിച്ച് നാശക്കോട്ടയാക്കി. വലിയ കേസാണ്. 25ഓളം പേരാണ് അകത്ത് കിടക്കുന്നത്. 25-26 പേര് അകത്ത് കിടക്കുകയാണ്. അത് വളരെ വലിയ കേസാണ്. ജാമ്യം കിട്ടിയിട്ടില്ല. 7 വർഷം വരെ മിനിമം തടവ് മുതൽ 7 മുതൽ കൂടുതൽ. കാര്യം കൊലപാതക ശ്രമം വരെ ഉണ്ട് അതിനകത്ത്. വളരെ വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും EDയെ ഞങ്ങൾ ഒരു കാരണവശാലും ED കേസിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്നാണ് CPMൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. അതേസമയം പിണറായി വിജയനെ ഈ കേസുമായി ബന്ധിപ്പിച്ചാൽ ഞങ്ങൾ സമരം ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പിണറായി വിജയൻ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, മകളാണല്ലോ ഇതിനകത്ത് ഒരു കക്ഷി, കിട്ടിയിട്ടുണ്ടെങ്കിൽ ED സ്വാഭാവികമായിട്ട് ബന്ധിപ്പിക്കുമല്ലോ. പക്ഷേ അതിനെക്കുറിച്ചൊക്കെ പാർട്ടി ഇരുട്ടിൽ തപ്പുകയാണ്. 8ഓളം പേർക്കാണ് ED നോട്ടീസ് കൊടുത്തിരിക്കുന്നത്, സമൻസ് കൊടുത്തിരിക്കുന്നത്. ഈ വരുന്ന വെള്ളിയാഴ്ച കൃത്യമായി കോടതിയിൽ ഹാജരാകാൻ, EDയുടെ ഓഫീസിൽ ഹാജരാകാൻ സമൻസ് കൊടുത്തിരിക്കുന്നു. 18 കോടി രൂപ മരവിപ്പിക്കാൻ അവർ തീരുമാനിക്കുന്നു. അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. അങ്ങനെ വലിയ തോതിലാണ് ED സംഘർഷത്തിലേക്ക് പോയിരിക്കുന്നത്. EDയുടെ വാഹനങ്ങൾ തല്ലി, ED ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചു എന്നൊക്കെയുള്ള വിഷയത്തിൽ വളരെ വലിയ ഒരു തർക്കമാണ് നടന്നിരിക്കുന്നത്. എന്തായാലും ED വളരെ വലിയ ഒരു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വലിയ ഒരു കേസിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും വളരെ രസകരമായിട്ടുള്ള, വളരെ കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ്റെ ED കേസും അതുപോലെ തന്നെ ഈ ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തതും, അങ്ങനെ ഓരോ ജില്ലയിലും വിവിധ ജില്ലകളിൽ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ, ഇങ്ങനെ വളരെ ഗൗരവതരമായ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ, ഒരു വശത്ത് ഇതൊക്കെ സംഭവിക്കുന്നു, മറുവശത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ടുള്ള എന്ത് നടക്കുന്നുണ്ട്, കൃത്യമായിട്ടുള്ള പ്രതിരോധവും തീർക്കുന്നുണ്ട്. അപ്പോൾ പിണറായി വിജയൻ്റെ കെയർ ഓഫിൽ മോളെയും പ്രതിരോധിച്ചെടുക്കാം എന്ന് പിണറായി വിജയൻ വിചാരിച്ചപ്പോൾ പാർട്ടിക്കാർ ഇപ്പോൾ അത് കൈവിട്ടിരിക്കുകയാണ്. പാർട്ടിക്കാർ പറഞ്ഞിരിക്കുകയാണ്, ഒരു കാരണവശാലും പിണറായി വിജയൻ്റെ കേസ് ഞങ്ങൾ ഏറ്റെടുക്കും, പക്ഷേ മുഹമ്മദ് റിയാസിൻ്റെതും വേണമെങ്കിൽ ഒരു പരിധിവരെ ഞങ്ങൾ ഏറ്റെടുക്കും. മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്താൽ ഞങ്ങൾ പ്രതിരോധിക്കും. പിണറായി വിജയനെ ചോദ്യം ചെയ്താൽ ഇന്ത്യയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വെറ്ററനായിട്ടുള്ള 83 വയസ്സ് പ്രായമുള്ള, 82 വയസ്സ് കഴിഞ്ഞ് പ്രായമുള്ള ഏറ്റവും സീനിയർ വെറ്ററനായിട്ടുള്ള പിണറായി വിജയനെ നിങ്ങൾ ഉപദ്രവിച്ചാൽ, നിങ്ങൾ തൊട്ടാൽ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കില്ല. ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, 16 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണ്, 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. അതിനെ ഞങ്ങൾ വിടില്ല എന്നാണ് CPM സഖാക്കൾ പറയുന്നത്. അതേസമയം വീണ വിജയനെ തൊട്ടാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. വീണ തൈക്കണ്ടി എന്ന് പറയുന്നത് പിണറായിയുടെ മകളാണ്, മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യയാണ് എന്നതിനപ്പുറം ഞങ്ങൾക്ക് മറ്റ് ബന്ധമൊന്നുമില്ല എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും വീണയുടെ കാര്യത്തിൽ പ്രതിരോധത്തിനില്ല എന്നാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ചില്ലെങ്കിൽ കുഴപ്പം, പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ വളരെ വലിയ പ്രതിസന്ധി ഉണ്ടാകാം. സമ്മേളനങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയിട്ടായിരിക്കാം പ്രതിരോധം വേണ്ട, നമ്മൾ അങ്ങ് ഇറങ്ങുകയല്ലേ, പിന്നെ ഇങ്ങനെ അങ്ങ് ഇറങ്ങുകയല്ലേ എന്നൊക്കെ പിണറായി ചോദിച്ചെങ്കിലും ആളുകൾ, പാർട്ടിക്കാർ പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ ഇറങ്ങുന്നില്ല, താങ്കളുടെ കാര്യമാണ് ഞങ്ങൾ ഇറങ്ങാം, മറ്റു കാര്യം പ്രതിരോധിക്കാൻ ഞങ്ങളെ കിട്ടൂല്ല സഖാവേ എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കൾ പറയുന്നത്. അതുകൊണ്ട് വീണയുടെ കാര്യത്തിൽ ഇനി വീണയ്ക്ക് എന്തെങ്കിലും ഉപദ്രവങ്ങൾ വന്നാൽ പ്രതിരോധിക്കാൻ CPM ഉണ്ടാവില്ല.